ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡ് ഹബ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഡെന്റൽ പ്രൊഡക്ട്സുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഡെന്റൽ പ്രൊഡക്റ്റ് ഓറൽ ഹെൽത്തിൻ്റെ വാല്യൂ എന്താണെന്നല്ലേ. ഒരാൾ വന്ന് സംസാരിക്കും, നല്ല ചിരി ഉണ്ടാവുക, പല്ല് വേറെ കേടുപാടുകൾ ഉണ്ടാവാതിരിക്കുക, നല്ല ഗം ഉണ്ടാവുക, പിന്നെ നല്ല ബ്രെത്ത് ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയ അത്യാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരാളുടെ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യലി നമുക്കൊരാളുടെ നല്ല ഇടപെടണമെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മേജറിൽ നമ്മൾ നോക്കാറുണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടി ഒരുപാട് പ്രൊഡക്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഡെന്റൽ പ്രൊഡക്ട്സ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒന്ന് നമ്മുടെ ഡീക്കേയിങ് കുറയ്ക്കുക, പിന്നെ നമ്മുടെ മൗത്തിന് ക്ലെൻനെസ് കൊണ്ടുവരിക, ടൂത്ത് സെൻസിറ്റിവിറ്റി കുറയ്ക്കുക, സ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, പിന്നെ ആൻറ്റിസെപ്റ്റിക് ബാക്ടീരിയ ഒക്കെ കൊല്ലുക, ഇൻഫെക്ഷനെ കൊല്ലുക, പിന്നെ അസ്ട്രിഞ്ചൻ ടിഷ്യൂ ഒക്കെ ടൈറ്റൻ ആക്കിയിട്ട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള റോൾസുകളാണ് കൂടുതലും ഡെന്റൽ പ്രൊഡക്ട്സുകൾ ചെയ്യുന്നത്. ഇനി കോമൺ ഡെന്റൽ പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഇസ് ആൻറ്റി കാരീസ് ഏജന്റ് ആണ്. സോഡിയം ഫ്ലൂറൈഡ് ആണ് കോമൺലി ഉപയോഗിക്കുക. ടൂത്ത് ഡീക്കേ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇനാമൽ സ്ട്രെങ്തൻ ചെയ്യാനും ആസിഡ് അറ്റാക്ക് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ആൻറ്റി കാരീസ് ഏജന്റ് എന്ന് പറയാം. ഓക്കെ. രണ്ട് ഡീസെൻസിറ്റൈസിങ് ഏജന്റ് ആണ്. സിങ്ക് ക്ലോറൈഡ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. ടൂത്ത് സെൻസിറ്റിവിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ടാവും, എനിക്ക് ചൂടുള്ളത് തണുപ്പുള്ളത് കഴിക്കാൻ പറ്റില്ല, സെൻസിറ്റീവ് തേച്ചപ്പോൾ എനിക്ക് എല്ലാം പറ്റുമെന്ന് പറയില്ല. അതേപോലെ തന്നെ കേട്ടോ. സോ നമ്മുടെ ടീത്തിന് ചൂടുള്ളതും തണുത്തതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രിങ്ക്സും ഫുഡും കഴിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഡീസെൻസിറ്റൈസിങ് ഏജന്റ്. നമ്മുടെ സെൻസിറ്റീവ് ഓർത്തുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് ഡെന്റിഫ്രൈസസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വരിക ടൂത്ത് പേസ്റ്റുകളിൽ, ഡെന്റിഫ്രൈസുകളിൽ. അബ്രസീവ് ഏജന്റ്, പ്ലാക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി, ടീത്തിൻ്റെ സ്റ്റെയിൻസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡെന്റിഫ്രൈസ്. സോ ആൻറ്റി കാരിയേഴ്സ് പറഞ്ഞു, സോഡിയം ഫ്ലൂറൈഡ്സ് ആണുള്ളത് ടൂത്ത് ഡീക്കേ പ്രിവെൻറ്റ് ചെയ്യാൻ. ഡീസെൻസിറ്റൈസിങ്, ചൂടുള്ള തണുത്തുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി. സിങ്ക് ക്ലോറൈഡ് ആയിരിക്കും. ഡെന്റിഫ്രൈസ് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഒരു അബ്രസീവ്, പ്ലാക്ക് റിമൂവൽ, സ്റ്റെയിൻ റിമൂവൽ ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡെന്റൽ കാരീസ്. സോ ഡെന്റൽ കാരീസ് എന്ന് പറയുന്നത് ടൂത്ത് ഡീക്കേ അല്ലെങ്കിൽ ഡെന്റൽ ക്യാവിറ്റീസിനെയാണ് നമ്മൾ ഡെന്റൽ കാരീസ് എന്ന് പറയുക. സോ ഇത് എങ്ങനെ ഉണ്ടാവുക? ഒന്നെങ്കിൽ ആസിഡ് അറ്റാക്ക് കാരണമാകാം, അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് കാരണമാകാം, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം കാരണമാകാം. ഈ ഫെർമെന്റബിൾ കാർബോഹൈഡ്രേറ്റ് ഡയറ്റിലൊക്കെ ഉണ്ടാവുന്ന മൈക്രോ ഓർഗാനിസം കാരണമാകാം. ബേസിക്കലി ഡെന്റൽ കാരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അറ്റ്മോസ്ഫിയറിൽ ടീത്തുമായിട്ട് ബന്ധപ്പെടുകയാണ്, കൂടുതലും ആസിഡ് കടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ക്യാവിറ്റി ഉണ്ടാവുകയും അല്ലെങ്കിൽ അവിടെ മൈക്രോ ഓർഗാനിസം ഡെവലപ്പ് ആവുകയും ടീത്ത് അടിച്ചു പോവുകയും ചെയ്യുന്നു. ഇതാണ് നോർമൽ നടക്കുക കേട്ടോ. അത് മാത്രമല്ല ഡെന്റൽ കാരീസ് എന്ന് വെച്ചാൽ ഡീകാൽസിഫിക്കേഷൻ നടക്കാറുണ്ട്, ടൂത്തിന്റെ സ്ട്രക്ചർ മാറി പോകാറുണ്ട്, ബാഡ് ബ്രെത്ത് ഒക്കെയാണ് ഇതിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. സോ ബേസിക്കലി രണ്ട് ബാക്ടീരിയാസ് ആണ് ഡെന്റൽ കാരീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒന്ന് മ്യൂട്ടൻ സ്ട്രെപ്റ്റോകോക്കയും പിന്നെ ലാക്ടോബാസിലയും, അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടാൻസ് ആൻഡ് ലാക്ടോബാസിലയാണ്. സോ ഇത് ബേസിക്കലി നമ്മുടെ പല്ലുകളിൽ ഡെന്റൽ കാരീസ് അല്ലെങ്കിൽ ഈ ടൂത്ത് ഡീക്കേക്ക് കാരണമാകുന്ന രണ്ട് സാധനങ്ങളാണ്. സോ ടൂത്ത് ഡീക്കേ ഫോർമേഷൻ എങ്ങനെ ഉണ്ടാവുന്നു? ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരു പല്ലിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഹെൽത്തിനെസ് കുറവാണ് എന്നുണ്ടെങ്കിലോ, രണ്ട് നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ ഫെർമെന്റബിൾ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെങ്കിലോ, ഇനി അത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മ്യൂട്ടൻ സ്ട്രെപ്റ്റോകോക്കയോ അല്ലെങ്കിൽ ലാക്ടോബാസിലേ പോലുള്ള ഫെർമെന്റേഷൻ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ടെങ്കിലോ ഡെന്റൽ കാരീസ് ഉണ്ടാവാം എന്നുള്ളതാണ്. എളുപ്പമല്ലേ? മനസ്സിലായില്ലേ? സോ ഇനി മെത്തേഡ് ഓഫ് കൺട്രോളിങ് ഡെന്റൽ കാരീസ്, നമുക്ക് എങ്ങനെയാണ് ഡെന്റൽ കാരീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക? ദ ഫസ്റ്റ് വൺ ഇസ് കെമിക്കൽ മെത്തേഡ് ആണ്. സോ സബ്സ്റ്റൻസ് ഓൾട്ടറിങ് ടൂത്ത് സർഫസ് ഓർ സ്ട്രക്ചർ, നമ്മുടെ ടൂത്തിന്റെ സർഫസിനെയോ സ്ട്രക്ചറിനെ മാറ്റുകയാണ്. അതായത് ഫ്ലൂറൈഡ്സ്, അയോഡൈഡ്സ്, ബിസ്ബുഗ്വാനൈറ്റ്സ്, സിൽവർ നൈട്രേറ്റ്, സിങ്ക് ക്ലോറൈഡ്, പൊട്ടാസ്യം ഫെറോസൈനൈറ്റ്സ് പോലുള്ള സബ്സ്റ്റൻസ് വെച്ചുകൊണ്ട് ടൂത്തിന്റെ ഓൾട്രേഷൻ നമുക്ക് നടത്താം. സർഫസിൽ ഒരു കോട്ടിംഗ് പോലെ കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് സബ്സിക്വന്റ് ഇന്റർഫിയറിംഗ് വിത്ത് കാർബോഹൈഡ്രേറ്റ് ഡീഗ്രഡേഷൻ. സോ നമ്മൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫെർമെന്റേഷൻ ആണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് ഡീഗ്രഡേഷനെ ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ വൈറ്റമിൻ കെ, സാർക്കോസോയിഡ്സ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് സബ്സ്റ്റൻസ് ഇന്റർഫിയറിംഗ് വിത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം. നമ്മൾ ബാക്ടീരിയ നോക്കാൻ പോവാണ്. അത് യൂറിയ, അമോണിയ കോമ്പൗണ്ട്, ക്ലോറോഫിൽ, നൈട്രോഫ്യൂറൈൻസ്, ആന്റിബയോട്ടിക്സ് ലൈക്ക് കാരീസ് വാക്സിൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ടീരിയൽ ഗ്രോത്തും മെറ്റബോളിസിനും ഇന്റർഫിയർ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്സ് നിങ്ങൾ ഓർമ്മയുണ്ടോ? സസ്പെക്റ്റബിൾ ടൂത്ത്, ഡയറ്റ് റിച്ച്, ഫെർമെന്റബിൾ കാർബോഹൈഡ്രേറ്റ്, സ്പെസിഫിക് ബാക്ടീരിയ. അപ്പോൾ ഈ ഒരു മൂന്ന് സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കെമിക്കൽ മെഷേഴ്സിലും ഫോക്കസ് ചെയ്യുന്നത്.
ഇനി ന്യൂട്രീഷണൽ മെഷേഴ്സ് ആണ്. സോ നമ്മൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക, ഷുഗർ കഴിക്കുന്നത് കുറയ്ക്കുക, പിന്നെ ഷുഗറി സ്നാക്സ് ആഹാരത്തിനിടയിൽ കഴിക്കുന്നത് കുറയ്ക്കുക, പിന്നെ ഫോസ്ഫേറ്റ് റിച്ച് ഡയറ്റ് കഴിക്കുന്നത് കുറയ്ക്കാനൊക്കെ നമ്മൾ പറയും. പിന്നെ മെക്കാനിക്കൽ മെഷേഴ്സ് ഉണ്ട്. പ്രോഫൈലക്സ് ബൈ ഡെന്റിസ്റ്റ് ആണ്. സോ പ്രോഫൈലക്സ് വരാതിരിക്കാൻ ചെയ്യുന്ന മെഷർമെന്റ് ആണ് പ്രോഫൈലാക്സ് കേട്ടോ. സോ ഡെന്റിസ്റ്റുകൾ വരാതിരിക്കാനുള്ള മെഷർമെന്റുകൾ എടുക്കുക, പിന്നെ ടൂത്ത് നന്നായിട്ട് വാഷ് മീൻസ് ബ്രഷ് ചെയ്യുക, റിൻസ് ചെയ്യുക, പിന്നെ ഡെന്റൽ ഫ്ലോസ് അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക, പിന്നെ ഡിറ്റർജൻറ്റ് ഫുഡ് ഇൻ ഡയറ്റിൽ നമ്മൾ കൂടുതലും ഇൻകോപ്പറേറ്റ് ചെയ്യുക, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് പിറ്റ് ആൻഡ് ഫിഷേഴ്സ് സീലൻസ്. ഈ പിറ്റ് ആൻഡ് ഫിഷേഴ്സ് സീലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല്ലിനകത്ത് കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളില്ലേ, ഈ സുഷിരങ്ങളെയൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ ഫില്ല് ചെയ്യാറുണ്ട്, സീലൻസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ അവിടെ കൂടുതലും ബാക്ടീരിയോ ഫുഡോ ഒന്നും തടഞ്ഞിരിക്കില്ല എന്നുള്ള രീതിയിൽ നമുക്ക് മെക്കാനിക്കൽ മെഷേഴ്സ് നമുക്ക് എടുക്കാന്നുള്ളതാണ്. സോ കെമിക്കൽ മെഷേഴ്സ്, ന്യൂട്രീഷണൽ മെഷേഴ്സ് ആൻഡ് മെക്കാനിക്കൽ മെഷേഴ്സ് ആണ്. സോ റോൾ ഓഫ് ഫ്ലൂറൈഡ്സ് ഇൻ ഡെന്റൽ കേസ്. ഫ്ലൂറൈഡ്സ് എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? ഫ്ലൂറൈഡ് നമ്മുടെ ഡെന്റൽ കാരീസിൽ ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് റോള് സിഗ്നിഫിക്കൻ്റ്ലി പ്ലേ ചെയ്യുന്നുണ്ട്. അത് നാച്ചുറലി ഒക്കറിങ് മിനറൽസ് ആണ്. വേരിയസ് സോഴ്സിൽ കാണും, സോയിലിൽ കാണും, വാട്ടറിൽ കാണും, ഫ്രൂട്ടിൽ കാണും, വെജിറ്റബിളിൽ കാണും, സീ ഫുഡിൽ കാണും, ടീ ലീവ്സിലൊക്കെ കാണും. ഫ്ലൂറൈഡ്സ് നമുക്ക് സിസ്റ്റമിക് ആയിട്ടും ട്രോപ്പിക്കൽ ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്കിങ്ങനെ ടൂത്ത് പ്രിവെൻറ്റിങ് ഡീക്കെ അല്ലെങ്കിൽ ടൂത്തിൽ ഉണ്ടാകുന്ന ഡീക്കെ ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള സാധനം കൂടെയാണ് ഫ്ലൂറൈഡ്സ്. സോ ഇതാണ് ബേസിക് ഇൻട്രൊഡക്ഷൻ. ഇനി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മെറ്റബോളിസം ഓഫ് ഫ്ലൂറൈഡ് പറയാം. ടീത്തിലും ബോണിലും ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഫ്ലൂറൈഡ്സുകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഫ്ലൂറൈഡ്സിന് എപ്പോഴും കാൽഷ്യത്തിനോട് ഒരു അഫിനിറ്റി ഉണ്ടായിരിക്കും. എന്താണ് കാൽഷ്യത്തിനോട് ഒരു അഫിനിറ്റി ഉണ്ടായിരിക്കും? ഫ്ലൂറൈഡ്സ് കണ്ടന്റ് ഇൻ ടീത്ത് ഇൻക്രീസ് ഡ്യൂറിങ് എയർലി മിനറലൈസേഷൻ പീരീഡ് ആൻഡ് കണ്ടിന്യൂ ടു അക്യൂമുലേറ്റ് വിത്ത് ഏജസ്. അതായത് ഫ്ലൂറൈഡ്സിന്റെ കണ്ടന്റുകൾ ടീത്തിൽ ആദ്യമൊക്കെ ഭയങ്കര കൂടി വന്നിട്ട് നമുക്ക് പ്രായം കുറയുന്നതോടെ പല്ലൊക്കെ തൊഴിഞ്ഞു പോകാറില്ലേ? അതിന് കാരണമൊക്കെ ഫ്ലൂറൈഡ്സിന്റെ ഒക്കെ അളവ് കുറയുന്നതുകൊണ്ടാണ്. നമ്മൾ ഇന്റേണലി ആണ് ഫ്ലൂറൈഡ്സ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ GIT പോയിട്ട് ഫ്ലൂറൈഡ്സ് അബ്സോർബ് ചെയ്യുകയും അങ്ങനെ ബോൺസിലും ടീത്തിലും വന്നിട്ട് ഡെവലപ്പ് ആവുകയും ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഓറലി ഫ്ലൂറൈഡ്സ് എടുക്കുകയാണെങ്കിൽ GIT ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൽ ട്രാക്റ്റിൽ പോയിട്ട് അവിടെ പോയി അബ്സോർബായി ബോൺസിലും ടീത്തിലും ഡെവലപ്പ് ആവുന്നു. ഓക്കെ. ഇനി കോൺസെൻട്രേഷൻ ഫ്ലൂറൈഡ് ഈസ് ഹയർ ഓൺ സർഫസ് ഇനാമൽ കമ്പയർ ടു ഡീപ്പ്. അല്ലേ, നമ്മൾ പുറത്തോട്ട് നോക്കുമ്പം ഫ്ലൂറൈഡ്സിൻ്റെ അളവ് കൂടുതലും ഉള്ളിലേക്ക് കുറവുമായിരിക്കും. സോ ബേസിക്കലി അതിനർത്ഥം എന്ന് വെച്ചാൽ ഫ്ലൂറൈഡ്സിൻ്റെ മേജർ റോൾ എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മേജർ റോൾ എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ. സോ ഇനി ഫ്ലൂറൈഡ്സ് ടീത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫ്ലൂറൈഡ്സ് ആണ് നമ്മൾ കാണുന്ന ഒരു എലമെൻറ്റ്, മേജർലി കാണുന്ന എലമെൻറ്റ് ഫ്ലൂറൈഡ് തന്നെയാണ് അല്ലേ. സോ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ഫ്ലൂറോഅപ്പറ്റൈറ്റ്. ഫ്ലൂറോഅപ്പറ്റൈറ്റിനെ ഫ്ലൂറോ അപ്പറ്റൈറ്റ് എന്നും പറയും. സോ ഇതൊരു ഫോസ്ഫേറ്റ് മിനറലാണ്. അതിൻ്റെ കാൽഷ്യം, അതിൻ്റെ ഫോമുല വരുന്നത് Ca5PO4 3 F എന്നാണ്. കാൽഷ്യം ഫ്ലൂറോ ഫോസ്ഫേറ്റ് എന്നാണ് പറയുക കേട്ടോ. സോ ഫ്ലൂറോ അപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് ഒരു ഹാർഡ് ക്രിസ്റ്റലൈൻ സോൾട്ട് ആണ്. ഓക്കെ, ഇതാദ്യം മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ഉണ്ട്. സോ ഹൈഡ്രോക്സിൽ അപ്പറ്റൈറ്റ് എന്നാ പറയുക. HAP അല്ലെങ്കിൽ HAP അല്ലെങ്കിൽ HA എന്നൊക്കെ പറയും. സോ നാച്ചുറലി ഒക്കറിങ് മിനറൽ ആണ് കാൽഷ്യം അപ്പറ്റൈറ്റ്. ഫോം ഓഫ് കാൽഷ്യം അപ്പറ്റൈറ്റ് തന്നെയാണ് Ca5PO4 എന്നാണ് പറയുക കേട്ടോ. സോ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഫ്ലൂറൈഡ് അയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡെന്റലിന്റെ ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കുന്ന ഒരു സാധനമാണ് ഫ്ലൂറൈഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫ്ലൂറൈഡ് ഒരു കാൽഷ്യം സീക്കിംഗ് എലമെന്റ് ആണ്. അത് മാത്രമല്ല ക്രൂഷ്യൽ റോൾ ഇൻ ഫോമിങ് ഫ്ലൂറോ അപ്പറ്റൈറ്റ്. ഈ ഫ്ലൂറോ അപ്പറ്റൈറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് മോർ ആസിഡിക് റെസിസ്റ്റന്റ് ആയിരിക്കും ദാൻ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ്. ഇപ്പം മനസ്സിലായോ? ഹൈഡ്രോക്സി അപ്പറ്റൈറ്റിനേക്കാളും ഫ്ലൂറോ അപ്പറ്റൈറ്റ് എന്തായിരിക്കും? കൂടുതൽ ആസിഡ് റെസിസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ദിസ് ഓൾട്ടറേഷൻ ഇൻ ടൂത്ത് സ്ട്രക്ചർ എൻഹാൻസ് റെസിസ്റ്റന്റ് ടു ആസിഡ് അറ്റാക്ക് ആൻഡ് റെഡ്യൂസ് എനാമൽ സോലബിലിറ്റി. സോ ഇങ്ങനെ ഒരു ഓൾട്ടറേഷൻ നടക്കുകയാണെങ്കിൽ ടൂത്തിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരികയും അങ്ങനെ എന്ത് ചെയ്യുന്നു? റെസിസ്റ്റന്റ് ടു ആസിഡ് അറ്റാക്ക് ഉണ്ടാവുകയും എൻഹാൻസ് റെഡ്യൂസ് ടു അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ടു ആസിഡ് അറ്റാക്ക് ആൻഡ് റെഡ്യൂസ് ഇനാമൽ സോലബിലിറ്റി. ഇനാമലിൻ്റെ സോലബിലിറ്റി എന്ത് ചെയ്യുന്നു? കുറയുവാണ്, ചിലപ്പോൾ ഹാർഡ്നെസ് കൂടുന്നു. ഇനി അത് മാത്രമല്ല, അഡീഷണലി ഫ്ലൂറൈഡ് ഇൻഫ്ലുവൻസ് ദ റീമിനറലൈസേഷൻ ഓഫ് എയർലി സീരിയസ് എലീഷൻ, പ്രൊമോട്ട് ദ റീപ്രസിപ്പിറ്റേഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് അയൺ ഇൻ എനാമൽ. സോ അതുമാത്രമല്ല നമ്മുടെ പല്ലിലെ റീമിനറലൈസേഷൻ നടക്കുകയും അതുമാത്രമല്ല റീപ്രസിപ്പിറ്റേഷൻ നടക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല ഫ്ലൂറൈഡ്സ് എന്ത് ചെയ്യുന്നു? ബാക്ടീരിയ മെറ്റബോളിസം കുറക്കുകയാണ് ചെയ്യുക. സ്ട്രെപ്റ്റോകോക്കിൻ്റെയും അല്ലെങ്കിൽ അത് കാരണമുള്ള ആസിഡ് പ്രൊഡക്ഷനും ഒക്കെ ഇന്ന് പ്രിവെൻറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം മേജർലി ഞാൻ പറഞ്ഞ പോയിന്റ് ഏതൊക്കെയാണ്?
ഒന്ന് കാൽഷ്യം സീക്കിംഗ് ആണ്, ഫ്ലൂറോ അപ്പറ്റൈറ്റ് ഫോം ചെയ്യുന്നു, അത് ആസിഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഈ എന്തെന്ന് ടൂത്തിൻ്റെ സ്ട്രക്ചറിനെ എൻഹാൻസ് ചെയ്യുന്നു, ആസിഡ് അറ്റാക്കിൽ നിന്ന് കുറയ്ക്കുന്നു, ഇനാമൽ സോലബിലിറ്റി കുറയ്ക്കുന്നു, അതുമാത്രമല്ല റീമിനറലൈസേഷൻ ആൻഡ് റീപ്രസിപ്പിറ്റേഷൻ. ഇത്രയും വാക്കുകളാണ് നിങ്ങൾ പഠിച്ച് വെക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് മെത്തേഡ് ഓഫ് ഫ്ലൂറൈഡ് തെറാപ്പിയാണ്. ദ ഫസ്റ്റ് വൺ ഈസ് സിസ്റ്റമിക് ഫ്ലൂറൈഡ് തെറാപ്പി. അത് വാട്ടർ ഫ്ലൂറിഡേഷൻ എന്ന് പറയും കേട്ടോ. മുനിസിപ്പൽ വാട്ടർ സപ്ലൈ ആർ ഫ്ലൂറിനേറ്റഡ് to ensure a consistent intake of fluoride. However, excessive fluoride intake may lead to dental fluorosis. അതായത് നമ്മുടെ പൈപ്പിൽ കിട്ടുന്ന വെള്ളത്തിലില്ലേ മുനിസിപ്പൽ വാട്ടർ, അതിൽ അവർ അത്യാവശ്യം ഫ്ലൂറൈഡുകൾ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ അധികം ഫ്ലൂറൈഡ്സ് വന്നു കഴിഞ്ഞാൽ പല്ലടിച്ച് പോട്ടാ, വന്നതുപോലെ ഊരി തന്നെ ഇറങ്ങി പോകട്ടാ. കുഞ്ഞു കുട്ടികളിൽ ചില ഭാഗങ്ങളിലൊക്കെ ഈ ഡെന്റൽ ഫ്ലൂറോസിസ് കൂടുതലും കാണാറുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഫ്ലൂറിനേറ്റഡ് മിൽക്ക് ആൻഡ് സോൾട്ട് ആണ്. മിൽക്കിലും സോൾട്ടിലും കൂടെ ഫ്ലൂറൈഡ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയും കൂടിക്കഴിഞ്ഞാൽ ഡെന്റൽ ഫ്ലൂറോസിസ് ഉണ്ടാവും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ട്രോപ്പിക്കൽ ഫ്ലൂറൈഡ് തെറാപ്പിയാണ്. നമ്മൾ എന്താ വെച്ചാൽ ടൂത്ത് പേസ്റ്റുകൾ, ടാബ്ലറ്റിൽ ട്രോപ്പിക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ട്രോപ്പിക്കൽ ഫ്ലൂറൈഡ് തെറാപ്പി. നെക്സ്റ്റ് വൺ ഇസ് പ്രൊഫഷണൽ ആപ്ലിക്കേഷൻ ആണ്. സോ ഡെന്റൽ പ്രൊഫഷണൽസുകൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ തരത്തിൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സിസ്റ്റമിക് ഫ്ലൂറൈഡ്സ് ഉണ്ട്, ട്രോപ്പിക്കൽ ഫ്ലൂറൈഡ്സ് ഉണ്ട്. ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾ മനസ്സിലിങ്ങനെ ആലോചിച്ച് പഠിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഡെന്റിഫ്രൈസസ് ആണ്. സോ ഡെന്റിഫ്രൈസസ് നമുക്ക് ഓറൽ ഹൈജീന് വളരെ അത്യാവശ്യമാണ്. നല്ല വെളുത്ത പല്ല്, ക്ലീൻ ആയിട്ടുള്ള ടീത്തുകൾ, പിന്നെ നമ്മുടെ ഗമ്മൊക്കെ നന്നായിട്ടിരിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഡെന്റിഫ്രൈസസ്. സോ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ്, ടൂത്ത് പൗഡറൊക്കെ ആയിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഓറൽ ഹൈജീനിന് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്ന ഡെന്റിഫ്രൈസസ് ആണ് കേട്ടോ. സോ ടൈപ്പ് ഓഫ് ഡെന്റിഫ്രൈസിൽ ഫസ്റ്റ് വൺ ഈസ് ക്ലീനിങ് ഏജന്റ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ ഒരു റബ്ബിംഗ് ഫോഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ അബ്രസീവ് ആക്ഷൻ കൊടുക്കുക. അബ്രസീവ് മീൻസ് ഉരയ്ക്കുന്ന ആക്ഷൻ. അപ്പോൾ നമ്മുടെ പല്ലൊക്കെ നല്ല ക്ലീൻ ആയിട്ട്, ഗമ്മൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. മാനുവലി ടൂത്ത് ബ്രഷ് വെച്ചിട്ടോ ആണ് നമ്മൾ ചെയ്യുക. ഒരു മാനുവൽ ഫോഴ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് വെച്ച് നമ്മൾ പല്ല് തേക്കുന്നില്ലേ, അത് തന്നെ പരിപാടി. സോ ഇനോർഗാനിക് കോമ്പൗണ്ട് ലൈക്ക് കാൽഷ്യം സോൾട്ട്, ഫോസ്ഫേറ്റ് ഒക്കെയാണ് കോമൺലി ഉപയോഗിക്കുന്നത്. ആൻഡ് കാൽഷ്യം കാർബണേറ്റ് പ്രൈമറി ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. സോ എന്തൊക്കെയാണ് കാൽഷ്യം സോൾട്ട്, ഫോസ്ഫേറ്റ് ആൻഡ് കാൽഷ്യം കാർബണേറ്റ്. സോ നെക്സ്റ്റ് വൺ ഈസ് പോളിഷിംഗ് ഏജന്റ് ആണ്, കണ്ടെയ്നിങ് ഡെന്റിഫ്രൈസസ്. പോളിഷിംഗ് ഏജന്റ് പേര് പറയുന്ന പോലെ ക്ലീൻ ആക്കുക, അല്ലെങ്കിൽ സ്റ്റെയിൻ റിമൂവ് ആക്കുക എന്നുള്ളതാണ്. സോ പല്ല് മാത്രമല്ല ക്ലീൻ ആക്കുക, സ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ റിമൂവ് ആക്കും, ഒരു വെള്ള കളർ അപ്പിയറൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പ്യൂമിക് എ വോൾക്കാനിക് സബ്സ്റ്റൻസ് കണ്ടെയ്ൻ അലുമിനിയം, പൊട്ടാസ്യം, സോഡിയം സിലിക്കേറ്റ് ഇസ് കോമൺ പോളിഷിംഗ് ഏജന്റ്. ഇതൊക്കെയാണ് അലുമിനിയം, പൊട്ടാസ്യം, സോഡിയം സിലിക്കേറ്റും ഉള്ള വോൾക്കാനിക് സബ്സ്റ്റൻസ്. പ്യൂമീസ എന്ന് പറയാം, പ്യൂമീസ കേട്ടോ, അല്ലെങ്കിൽ പ്യൂമിക് എന്നാണ് പറയുക. അതാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, പോളിഷിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡീസെൻസിറ്റൈസിങ് ഏജന്റ് ആണ്. സോ ഡീസെൻസിറ്റൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസുറൈൻ തന്നെ, അത് തന്നെയാണ് കേട്ടോ. അത് നമുക്ക് ഈ ചൂടുള്ളത്, തണുത്തുള്ളത് കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു മരവിപ്പ് ഉണ്ടാവില്ല, അതിന് ലോക്കൽ അനസ്തെറ്റിക് എഫക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുക. സോ കാൽഷ്യം ക്ലോറൈഡ് ആണ് നമ്മൾ കൊടുക്കുന്ന സെൻസിറ്റൈസിങ് ഏജന്റ് ആയിട്ട് ഡെന്റൽ പ്രിപ്പറേഷനിൽ കേട്ടോ. എന്താണ്? കാൽഷ്യം ക്ലോറൈഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഓറൽ ആൻറ്റിസെപ്റ്റിക് ആൻഡ് അസ്ട്രിഞ്ചൻസ് ആണ്. സോ നമുക്ക് ആൻറ്റിസെപ്റ്റിക് അസ്ട്രിഞ്ചൻ്റ് ആവശ്യം എന്താണ്? നമ്മുടെ ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ്, സോഡിയം പെർബോറേറ്റ്, മെഗ്നീഷ്യം പെറോക്സൈഡ്, അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ, സിങ്ക് ഓക്സൈഡ്, ഇതൊക്കെയാണ് നമ്മൾ ഓറലി കൊടുക്കുന്ന ആൻറ്റിസെപ്റ്റിക് ആൻഡ് അസ്ട്രിഞ്ചൻ്റ് എക്സാമ്പിൾസ് വരുന്നത്. സോ ജനറൽ റിക്വയർമെൻറ്റ് ഓഫ് ഡെന്റിഫ്രൈസ് ഉണ്ട്. നല്ല വൃത്തിയുള്ള പല്ല്, നല്ല പ്ലസൻറ്റ് റിഫ്രഷിങ് മൗത്ത് സെൻസേഷൻ ഉണ്ടാവുക, നോൺ ടോക്സിക് ആവണം, നോൺ ഇറിറ്റൻ്റ് ആയിരിക്കണം, ഹാംലെസ് ആയിരിക്കണം, അപ്രോപ്രിയറ്റ് ഫ്ലോ പ്രോപ്പർട്ടി ഉണ്ടാവണം, പാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കണം. ഇതൊക്കെ നമുക്ക് സ്വന്തമായി കുറച്ച് തള്ളാൻ പറ്റുന്നതാണ്, കുറച്ച് സ്റ്റാൻഡേർഡ് ലിമിറ്റ്സുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ റെഫറൻസ് നോട്ട് വായിക്കും, നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നോർമലി എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓടിച്ചെന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇനി നമ്മൾ നമ്മുടെ സിലബസ് പ്രകാരം പറഞ്ഞ കുറച്ച് ഡ്രഗ്സുകളുടെ മോണോഗ്രാഫ്സ് ആണ്. സോ കാൽഷ്യം കാർബണേറ്റ് ആണ്, CaCO3 ആണ്, ഫൈൻ വൈറ്റ് ഓർഡർലെസ് മൈക്രോക്രിസ്റ്റൽ പൗഡർ ആണ്. സോ ഇതൊക്കെ ജസ്റ്റ് എന്താണ് വായിച്ചാൽ മതി. സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. 98.0 കുറവ് പാടില്ല, 100.5 കൂടുതൽ പാടില്ല, CaCO3 ആയിരിക്കണം, ഡ്രൈഡ് ബേസിസിലാണ്. സിനോണിം എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേറ്റഡ് ചോക്കാണ്, മറന്നു പോകല്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സിനോണിം പ്രസിപ്പിറ്റേറ്റഡ് ചോക്ക്. സോ ഒബ്റ്റൈൻഡ് ഫ്രം കാൽഷ്യം ഓക്സൈഡ് തന്നെയാണ്, വിത്ത് വാട്ടർ ആഡഡ് ടു കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. സോ കാൽഷ്യം ഓക്സൈഡും വാട്ടറും ആണ്. സോ ഗീസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഫോളോയിങ് ബൈ പാസിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രസിപ്പിറ്റേറ്റ് കാൽഷ്യം കാർബണേറ്റ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു, ആൻഡ് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു. സോ പ്രൊട്ടക്ട് ഫ്രം മോയ്സ്ചർ ആണ്. യൂസ് ഇൻ ഡെന്റിഫ്രൈസ് ആസ് എ കാൽഷ്യം സപ്ലിമെന്റ്. സോ കാൽഷ്യം സപ്ലിമെന്റ് ആയിട്ടാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അടിപൊളി ഡ്രഗ്. നമ്മൾ ഓൾറെഡി ഈ കാൽഷ്യം കാർബണേറ്റ് നമ്മൾ
പല ചാപ്റ്ററുകൾ നമ്മൾ പറഞ്ഞതാണ്. സോ അത് വീണ്ടും വീണ്ടും എടുത്തിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. സോ റെഫറൻസ് നോട്ട് വായിക്കുക, മറന്നുപോലെ വായിക്കുക. അപ്പം നെക്സ്റ്റ് എടുക്കണം. ബൈ ദ ബൈ.